വടക്കാഞ്ചേരിയിൽ BJP പ്രതിഷേധം. പോളിംഗ് ബൂത്തിന് മുന്നിൽ സംഘർഷാവസ്ഥ. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ഗേൾസ് ഹൈസ്കൂൾ പോളിംഗ് ബൂത്തിന് മുന്നിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. വോട്ട് രേഖപ്പെടുത്താനെത്തിയ കുമ്പളങ്ങാട് സ്വദേശി സജീവന്റെ വോട്ട് നേരത്തെ പോസ്റ്റൽ വോട്ടായി രേഖപ്പെടുത്തിയെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതാണ് തർക്കത്തിന് കാരണമായത്. എന്നാൽ താൻ വോട്ട് ചെയ്തിട്ടില്ലെന്ന് സജീവൻ വ്യക്തമാക്കിയതോടെ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. വോട്ടിംഗിൽ ക്രമക്കേട് നടന്നില്ലെന്ന് ആരോപിച്ച് വോട്ടെടുപ്പ് നിർത്തിവെക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. BJP മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും ബൂത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ വാക്തർക്കവും സംഘർഷാവസ്ഥയുമുണ്ടായി. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കമ്മീഷന്റെ നിർദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം എന്തായിരുന്നു? സജീവൻ എന്ന് പറയപ്പെടുന്ന വോട്ടർക്ക് പകരം വോട്ട് ചെയ്ത വ്യക്തി ആരാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം. 2, ആ ഉദ്യോഗസ്ഥൻ ചെയ്ത തെറ്റിന് സജീവൻ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. 3-മത്തെ ഒരു കാര്യം, ഒരു ആള് പറയുന്നു ഇത് വയ്യാത്തൊരാളുടെ വോട്ടാണ് മാറിയത്. 6 പറയുന്നു അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പറ്റിയ തെറ്റാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിനകത്തൊരു കാര്യം ഇങ്ങനെ ക്രമ നമ്പർ തെറ്റിക്കൊടുത്താൽ അത് കൃത്യമായി പരിശോധിക്കാൻ അവിടെ സംവിധാനമില്ല എന്ന് വേണ്ട ഇത് നമ്മൾ മനസ്സിലാക്കാൻ. ഈ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആരോന് ഇതിനകത്ത് പ്രതികരിക്കാൻ മാർഗമില്ല. എന്താണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്? 3 മണിക്കൂർ നേരമായി ഞങ്ങൾ ഇതിന് പിന്നാലെ നടക്കുന്നു. ആദ്യം 11:30 പറഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ 12 പറഞ്ഞു, പിന്നെ റിപ്പോർട്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. കളക്ടറെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു, RO ഞാൻ ബന്ധപ്പെട്ടിരുന്നു. കുറെ കഴിഞ്ഞാലാണ് അദ്ദേഹത്തെ കിട്ടുക. AROട് ബന്ധപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് അവർ പറയുന്നത് ഈ എടുത്ത ഉദ്യോഗസ്ഥനെതിരെ, പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് ഇതിൽ പറഞ്ഞത്. ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ക്രമ നമ്പറിൽ മാറ്റി വോട്ട് ചെയ്തെങ്കിൽ ആ വോട്ടിന് കൃത്യമായിട്ട് നടപടികൾ ഉണ്ടാവും. നമുക്ക് ആ വോട്ട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അത് ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലല്ലോ. അയാൾ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ലേ. പിന്നെ ഈ കാര്യത്തിന് മാന്യമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അതിന് മുമ്പിൽ ഇതിനെ പിടിച്ച് തള്ളല്, ഇതിന് സീൻ ഉണ്ടാക്കാനല്ലല്ലോ പോലീസ് ശ്രമിക്കേണ്ടത്. ഒരു വിഷയം കൃത്യമാണ്. ഞാൻ ഉന്നയിക്കുന്ന വിഷയം വളരെ കൃത്യമാണ്. ഒരാളുടെ ജനാധിപത്യ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഒരാളും തയ്യാറില്ല. അതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന നടപടികൾ എത്രയും പെട്ടെന്നുണ്ടാവും, സർക്കാർ നടപടി ഉണ്ടാവും. ഒപ്പം തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥരാണ് ചെയ്തെങ്കിൽ ആ കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള മറ്റുള്ള നടപടികൾ ഉണ്ടാവും. നമ്മുടെ വോട്ട് ചെയ്യാനുള്ള അവസരം അപ്പൊ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. വോട്ടർ അങ്ങോട്ട് ഉള്ളിൽ പോയിട്ടുണ്ട്. അദ്ദേഹം വോട്ട് ചെയ്യും. എന്റെ പേരിൽ താങ്കൾ വോട്ട് ചെയ്ത വ്യാജം എന്നാണോ പറയാ, അതോ സ്വന്തം വോട്ടെന്നാണോ? പോസ്റ്റൽ PB എന്ന് സീൽ ചെയ്തിട്ടുള്ളത് ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥന് പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാണ് ARO പറഞ്ഞത്. ഉല്ലാസ് ബാബു പറഞ്ഞതല്ല, ARO പറഞ്ഞത്. അതെനിക്ക് വിശ്വസിക്കാം. ARO പറഞ്ഞ പ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ ചെയ്ത വോട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സീൽ അടിച്ചു വന്നത് സജീവിന്റെ പേര്. ആ സജീവിന്റെ ക്രമ നമ്പർ വെച്ച് തന്നെയാണ് ചെയ്ത് അല്ലയോ എന്നുള്ളത് സർക്കാർ നോക്കേണ്ടത്. അത് പരിശോധിച്ച് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച ആവശ്യം. ഒപ്പം തന്നെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടാവണം. ഇത് കാര്യം കുറെ ഞങ്ങൾ ഇവിടെ കെട്ടിക്കിടന്ന് തുടങ്ങിയിട്ട് ഈ വിഷയം പറഞ്ഞിട്ട് ഇവർക്ക് അത്ര നടപടി എടുക്കാൻ ബുദ്ധിമുട്ട്. ബാക്കി എല്ലാ കാര്യത്തിലും ഇപ്പൊ വലിയ തിരക്കും വലിയ സ്പീഡുണ്ടല്ലോ. ഈ ഒരു കാര്യത്തിൽ ഒരാൾ വോട്ട് ചെയ്യാൻ വന്നിട്ട് 9 മണിക്ക് വന്ന ഒരാള് സമയത്ത് 1 മണി കഴിഞ്ഞു 6 വരാൻ നേരമില്ല. 6 മണി കാര്യത്തിലൊന്നും കൃത്യമായിട്ട് തീരുമാനങ്ങളും ഇല്ല.
ആ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കേണ്ട മറ്റുള്ള കാര്യങ്ങൾ പാർട്ടിയുമായിട്ട് ആലോചിച്ച് ചെയ്യും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇത് ഒരാൾ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ഈ സൂത്രകെട്ട് നടക്കില്ലല്ലോ. അത് PB എന്ന് അടിച്ചു വന്നു. PB എന്ന് അടിച്ചു വന്നത് ഞങ്ങളുടെ കുറ്റ. ഈ വോട്ട് ചെയ്യാൻ വന്ന സജീവന്റെ കുറ്റ PB എന്ന് അടിച്ചു വന്നത്. അത് ഇവരുടെ തെറ്റല്ലേ? ആ തെറ്റ് ആര് ചെയ്തു എന്നാൽ ഒരു ഡിലേ കൂടാതെ അവർ മറുപടി എടുക്കേണ്ട തീരുമാനം ആർക്കാരാണ് ചെയ്യേണ്ടത്? ഇവരല്ല ചെയ്യേണ്ടത്. കാരണം ഉല്ലാസ് ബാബു കുത്തിയിരിക്കുന്ന സമയത്ത് ഉല്ലാസ് ബാബുവിനോട് മാറിക്കുവാനും ഉല്ലാസ് ബാബുവിനെ തള്ളിപ്പിടിക്കാനല്ല അവർ പറയുന്നത്. ഇവരെടുക്കേണ്ടത് ആ ചെയ്ത തെറ്റെന്താണ്? ആ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥർ നടപടി എടുക്കും. ആ കാര്യം ഞങ്ങൾക്ക് പറയണത് 100% നടപടി ഉറപ്പു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCB. ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര.